ഹലോ ഗൈസ്, നമ്മളിപ്പോൾ വാഴത്തോപ്പിൽ കൂടെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ നമ്മളൊരു സാധനം കണ്ടു. സാധനോ? ആരുടെ സാധനം? എന്ത് സാധനം? പറഞ്ഞു. കണ്ടോ ഇത് കണ്ടോ? ഇത് ഞങ്ങളുടെ നാട്ടില് വാഴക്കൊല എന്ന് പറയും. ആഹാ, വാഴക്കൊലയെന്നായിരുന്നോ പറയുന്നത്? നമ്മുടെ നാട്ടിൽ ഇതിന് മിഷ്യൻ കണ്ടെന്നാ പറയുന്നത്. എന്ത് പെണ്ണേ നിനക്ക്? സത്യം പറ, വല്ല കുഴപ്പമുണ്ടാ? ഈ കൊലേന്റെ മേലെയുള്ള സാധനം പഴം എന്ന് പറയും. നിങ്ങൾക്ക് കൊലയുടെ മുകളിലുള്ളതാണോ പഴം? നമുക്ക് കൊലയുടെ താഴെ ഉള്ളതാ പഴം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ? എന്റെ പൊന്നു കൊച്ചെ, മോൾ ആദ്യമായിട്ടാണോ ഭൂമിയിലോട്ട് വന്നത്? എങ്ങനെയുണ്ടായിരുന്നു? സ്പേസിലായിരുന്നോ ഇത്രയും കാലം? ഇനി അഭിനയിക്കുന്നതാണോ അതോ ഇത് ഇനി ഇങ്ങനെയാണോ? ഈ കൊച്ചിന്റെ വേറെ വീഡിയോസ് കണ്ടു നോക്കട്ടെ. അപ്പൊ ഇത് ഞങ്ങളുടെ നാട്ടിൽ മാങ്ങാന്നാ പറയാ. ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് ഒന്ന് കമന്റ് ചെയ്യോ? ഫീഡ് നിറങ്ങി പോവണ്ടേ? എനിക്കിത് കാണുന്നുണ്ടോ? നമ്മളെ നാട്ടിൽ മാങ്ങയുടെ അണ്ടി എന്നാ പറയുന്ന മാങ്ങ. ആണോ? ആരെങ്കിലും വല്ല മൂത്രമൊഴിക്ക് കണ്ടിട്ട് ഇനിയിപ്പോ പറയുന്നത് ഗായ്സ് ഇത് നമ്മളിവിടെ മൂത്രമൊഴിക്കുന്ന പറയുന്നത്, നിങ്ങളിവിടെ എന്താ പറയുന്നതെന്നായിരിക്കും വല്ലതും പറയാൻ പോകുന്നത്. പെണ്ണെ, പൊട്ടത്തരം വല്ലതും പറ, നീ കേക്കട്ട്. ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും പൊട്ടത്തരമായിരിക്കുന്നു. മഴ പിന്നെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾക്കൊരു കാര്യമോ, ഇന്ന് ഞങ്ങളുടെ നാട്ടില് സൂര്യൻ ചന്ദ്രനെ നേരത്തെ വിളിച്ചിട്ട് പറഞ്ഞു നേരത്തെ വരണമെന്ന്. അതുകൊണ്ട് നേരത്തെ വന്നിട്ടുണ്ട്. അപ്പൊ ചന്ദ്രൻ ഇന്ന് എന്താ നക്ഷത്രങ്ങളൊന്നും കൂട്ടിയിട്ടില്ല ഇന്ന്. ആഹാ, ഇവരുടെ കോൺടാക്ട്സ് ഒക്കെ കയ്യിലുണ്ടോ? ഒന്ന് ചന്ദ്രന്റെ നമ്പർ ഒരു കാര്യം വിളിച്ച് പറയാൻ. ഭയങ്കര സ്വഭാവമാണ് ഇപ്പൊ വന്ന് മോശ സ്വഭാവമാണ് കാണിക്കുന്നത്. കൂട്ടിയത് മേഘത്തിനെയും കൂട്ടിയിട്ടുണ്ട്, കാറ്റിനെയും കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മഴ ഓൺ ദി വേ ആണ്. മഴ എന്തോ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാ വരുന്നത്. പെണ്ണെ നിർത്തിക്കോ. മഴ എന്ന് പറയുന്നത് അതെ, മഴ എന്ന് പറയുന്നത് ചന്ദ്രണ്ണനും മെകളിൽ ബ്ലാഡർ പൊട്ടാറായി നിൽക്കുമ്പോ എല്ലാം കൂടി ഒരുമിച്ചങ്ങ് മൂത്രം വയ്ക്കുക. അതിനാണ് മഴയെന്ന് പറയുന്നത്. കൈപോയി വെള്ളമായിട്ട് ഇങ്ങനെ താഴേക്ക് ഇടി വരുന്നുണ്ട്. ഇടി വന്നിട്ടുണ്ട്. ഇടി വരുന്നുണ്ടെന്നല്ല, നിനക്കൊരു ഇടിയുടെ കുറവുണ്ട്. ഇതിനെക്കാട്ടി മറ്റേ കൊച്ചു കൊള്ളാം. ഏത്? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റേ ഹൈപ്പർ മാർക്കറ്റിൽ ചെരിപ്പ് പോകാൻ പോകുന്ന കപ്പിൾസ് ഉണ്ടല്ലോ. അവർ പിന്നെ കൊള്ളാം. അവർ കുറച്ച് ക്യൂട്ട്നെസ് കാര്യം എഴുതുന്നതേ ഉള്ളൂ. ഇത് എന്തോന്ന് പൊട്ടത്തരം വിളിച്ചു പറയുന്നു. ഞാൻ പോകുന്നു. ശരി, ബൈ ബൈ.